IPL 2024 സംബന്ധിച്ച മറ്റൊരു പവർ റാങ്കിംഗ് വീഡിയോയുമായിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ മുൻപിലേക്ക് മേക്ക് സ്റ്റുഡിയോ എത്തിയിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ലേറ്റസ്റ്റ് സ്പോർട്സ് അപ്ഡേറ്റ്സ് വേഗത്തിൽ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്ന മേക്ക് സ്റ്റുഡിയോ എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്കറിയാം 10 IPL ടീമുകളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ടീമുകളുടെ അല്ലെങ്കിൽ പ്ലേയിങ് 11-ലെ വിദേശ പ്ലെയേഴ്സിൻ്റെ സാന്നിധ്യവും അവരുടെ ആ ഒരു മികച്ച പ്രകടനവും. ഇത്തവണ താരത്തിൽ തന്നെ വമ്പൻ തുകയ്ക്കാണ് വിറ്റുപോയത്. മിക്ക വിദേശ താരങ്ങളും അല്ലെങ്കിൽ ലോകോത്തര നിലവാരത്തിലുള്ള പല വിദേശ താരങ്ങളും ഇത്തവണ 10 കോടിക്ക് മുകളിൽ വാങ്ങിയാണ് IPL താരലെല്ലാം പൂർത്തിയാക്കിയത്. സോ അതിനാൽ തന്നെ IPL 2024 ടീമുകളുടെ 10 ടീമുകളുടെയും 11-ൽ കൂടുതലായും ഇടം കിട്ടാൻ ചാൻസുള്ള എല്ലാ ടീമുകളുടെയും പ്രധാനപ്പെട്ട മെയിൻ ഫോക്കസ്ഡ് പേസ് ബൗളേഴ്സിൻ്റെ വിദേശ പേസ് ബൗളേഴ്സിൻ്റെ പവർ റാങ്കിങ് വീഡിയോയുമായിട്ടാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഇതിൽ ഇന്ത്യൻ പ്ലെയേഴ്സ് ഉൾപ്പെടുന്നില്ല. അതാണ് വിദേശ പ്ലെയേഴ്സിൻ്റെ മാത്രം പവർ റാങ്കിങ്. നമുക്കറിയാം മികച്ച നിലവാരത്തിലുള്ള ഇന്ത്യൻ പേസ് ബൗളേഴ്സും ഉണ്ടെങ്കിൽ പോലും ഈ ഒരു വീഡിയോയ്ക്ക് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓരോ ടീമുകളുടെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മെയിനായിട്ടും 11-ൽ ഒരു 90-99% 11-ൽ ചാൻസ് കിട്ടാൻ സാധ്യതയുള്ള മെയിനായിട്ടും ഓരോ ടീമിൻ്റെ പ്രധാനപ്പെട്ട ഫോക്കസ്ഡ് ഫോറിൻ പേസ് ബൗളേഴ്സിൻ്റെ പവർ റാങ്കിങ് വീഡിയോ ആണ്. ഇത് അവരുടെ കരിയർ സ്റ്റാറ്റ്, IPL എക്കോണമി, ആ ഒരു റേറ്റിംഗ് അല്ലെങ്കിൽ റീസെൻറ്റ് എക്കോണമിക്ക് അനുസരിച്ച് ടോപ്പ് 10 ആണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാം സ്ഥാനത്ത് മിച്ചൽ സ്റ്റാർക്ക് തന്നെയാണ്. നമുക്കറിയാം ഏറെക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം IPL-ലേക്ക് മടങ്ങിയെത്തിയ സ്റ്റാർക്കിനെ IPL താരതലത്തിൽ പൊന്നും വില നൽകിയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് കൂടാരത്തിലേക്ക് എത്തിച്ചത്. ഏതാണ്ട് 24.5 കോടി രൂപ മുടക്കിയാണ് KKR ഓസ്ട്രേലിയൻ ലോക ചാമ്പ്യനെ അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ സൂപ്പർ താരത്തെ കൂടാരത്തിലേക്ക് എത്തിച്ചത്. സോ അതിനാൽ തന്നെ ആരാധകരെല്ലാം ഒരുപോലെ അല്ലെങ്കിൽ IPL ക്രിക്കറ്റ് പ്രേമികളെല്ലാം ഒരുപോലെ കാത്തിരിക്കുകയാണ് മിച്ചൽ സ്റ്റാർക്കിൻ്റെ അവർ IPL 2024 മിന്നും പ്രകടനത്തിന് വേണ്ടി. സോ അതിനാൽ തന്നെ ഈ ഒരു പവർ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം KKRൻ്റെ സ്വന്തം മിച്ചൽ സ്റ്റാർക്കിനാണ്. രണ്ടാം സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹതാരമായിട്ടുള്ള പാറ്റ് കമിൻസ് ആണ്. നമുക്ക് ഓസ്ട്രേലിയൻ ഓൾറൗണ്ടറാണ്. നമുക്കറിയാം ഓസ്ട്രേലിയൻ ലോക ചാമ്പ്യനായ ഓസ്ട്രേലിയയുടെ സ്വന്തം നായകൻ ഇത്തവണ IPL താരതലത്തിലേക്ക് വളരെ അപ്രതീക്ഷിതമെത്തിയ പാറ്റ് കമിൻസിന് 20 കോടി രൂപ മുടക്കി, അതായത് IPL ചരിത്രത്തിൽ തന്നെ രണ്ടാമത്തെ മികച്ച തുക മുടക്കിയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് കൂടാരത്തിലേക്ക് എത്തിച്ചത്. സോ അതിനാൽ തന്നെ ഇത്തവണ ഏറെ പ്രതീക്ഷകളോട് കൂടി തന്നെയാണ് ഓറഞ്ച് ആർമി പാറ്റ് കമിൻസ് എന്ന ഓസ്ട്രേലിയൻ ലോക ചാമ്പ്യനെ കൂടാരത്തിലേക്ക് എത്തിച്ചത്. അതിനാൽ തന്നെ ഈ ഒരു പവർ റാങ്കിൽ ഒന്നാം സ്ഥാനത്ത് മിച്ചൽ സ്റ്റാർക്ക് ആണെങ്കിൽ നമുക്കറിയാം ഇത്തവണ അല്ലെങ്കിൽ IPL ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ തുകയ്ക്ക് വിറ്റുപോയ മിച്ചൽ സ്റ്റാർക്കാണ് ഒന്നാം സ്ഥാനത്തേക്ക്. രണ്ടാം സ്ഥാനത്ത് പാറ്റ് കമിൻസ് ആണ്. മൂന്നാം സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ യുവ പേസ് ബോളർ ഫ്രം ശ്രീലങ്ക മതീഷ പതിരാണയാണ്. നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ കിരീട നേട്ടത്തിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു പേസ് ബോളറായിരുന്നു മതീഷ പതിരാണ. കഴിഞ്ഞ സീസണിൽ മിക്ക മത്സരങ്ങളിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു സാന്നിധ്യം CSK നിരയിലുണ്ടായിരുന്നു. പല മികച്ച നമുക്കറിയാം ദീപക് ചഹാർ ഉൾപ്പെടെ അല്ലെങ്കിൽ മികച്ച പേസ് ബോൾ ഇന്ത്യൻ താരങ്ങൾ സ്കോഡിൽ ഉള്ളപ്പോൾ പോലും മതീഷ പതിരാണയ്ക്ക് മിക്ക മത്സരങ്ങളും അവസരം കിട്ടി എന്നുള്ളത് തന്നെയാണ് ഈ ഒരു താരത്തിൻ്റെ ക്വാളിറ്റി CSK നിരയിൽ പ്രകടമാക്കിയത്. കഴിഞ്ഞ സീസണിൽ 12 മത്സരങ്ങളിൽ നിന്ന് 19 വിക്കറ്റുകളാണ് താരം 8.1 എക്കോണമിയിൽ നേടിയെടുത്തത്. സോ അതിനാൽ തന്നെ ഈ ഒരു പവർ റാങ്കിയിൽ മൂന്നാം സ്ഥാനം എന്തുകൊണ്ടും അർഹിക്കുന്ന താരം തന്നെയാണ് മതീഷ പതിരാണ. ഇപ്പോൾ ടോപ്പ് 2-ൽ കിടക്കുന്ന സ്റ്റാർക്കിനെയും പാറ്റ് കമിൻസിനെയും നോക്കുകയാണെങ്കിൽ പറയാം ഇരു താരങ്ങളും ഇത്തവണ IPL ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടിയ തുകയ്ക്ക് വിറ്റുപോയ താരങ്ങളാണ്, എക്സ്പീരിയൻസ്ഡ് താരങ്ങളാണ്. സോ അതിനാൽ തന്നെയാണ് ഈ ഒരു താരങ്ങൾ 1-2 സ്ഥാനങ്ങളിൽ വന്നതെങ്കിൽ കഴിഞ്ഞ IPL സീസണിലെ മിന്നും പ്രകടനമാണ് മതീഷ പതിരാണ എന്ന ശ്രീലങ്കൻ യുവതാരത്തെ മൂന്നാം സ്ഥാനത്തേക്ക് എത്തിച്ചിട്ടുള്ളത്. നാലാം സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ ഇംഗ്ലീഷ് ബോളറായിട്ടുള്ള മാർക്ക് വുഡാണ്. വളരെ സർപ്രൈസിങ് എൻട്രിയാണ് മാർക്ക് വുഡിനെ സംബന്ധിച്ച്. കഴിഞ്ഞ സീസണിൽ വെറും 4 മത്സരങ്ങൾ മാത്രമായിരുന്നു അദ്ദേഹത്തിന് ലക്നൌവിൻ്റെ ജേഴ്സിയിൽ കളിക്കാൻ സാധിച്ചത്. ആ ഒരു 4 മത്സരങ്ങൾ കൊണ്ട് തന്നെ താരത്തിൻ്റെ ക്വാളിറ്റി വളരെ വ്യക്തമായി IPL അല്ലെങ്കിൽ ആ ഒരു ആരാധകർക്ക് മുന്നിലേക്ക് താരത്തിന് എത്തിക്കാനും സാധിച്ചു. 4 മത്സരങ്ങൾ മാത്രമാണ് IPL 2023 താരം കളിച്ചത്. 11 വിക്കറ്റുകൾ നേടി. 8.1 താരത്തിൻ്റെ ഒരു എക്കോണമി റേറ്റിംഗ് എന്ന് പറയുന്നത്. നമുക്കറിയാം ആദ്യ 4 മത്സരങ്ങളിലെ മികച്ച പ്രകടനത്തോടു കൂടി പർപ്പിൾ ക്യാപ് റേസിൽ ഒന്നാം സ്ഥാനത്തായിരുന്നെങ്കിൽ പോലും പിന്നീട് താരത്തിന് പരിക്ക് പറ്റി സീസൺ റൂൾഡ് ഔട്ടായി പോവുകയായിരുന്നു. സോ അതിനാൽ തന്നെ ഇത്തവണ ഏറെ പ്രതീക്ഷകളോട് കൂടി ലക്നൌവിൻ്റെ നിരയിലേക്ക് മടങ്ങിയെത്തുന്ന മാർക്ക് വുഡിന് ഏറെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ലക്നൗ സൂപ്പർ ജയൻസ് മാനേജ്മെൻറ്റും ആരാധകരും ഒരുപോലെ ഉറ്റുനോക്കിയിരിക്കുന്നത്. അതിനാൽ തന്നെ ഈ ഒരു പവർ റാങ്കിങ്ങിൽ 4-ാം സ്ഥാനം മാർക്ക് വുഡ് എന്ന ഇംഗ്ലീഷ് താരത്തിനാണ്. 5-ാം സ്ഥാനത്തേക്ക് ന്യൂസിലാൻഡ് ഫാസ്റ്റ് ബോളറായിട്ടുള്ള ട്രെൻറ്റ് ബോൾട്ടാണ്. മലയാളി താരം സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസിൻ്റെ പ്രധാനപ്പെട്ട ഫോക്കസ്ഡ് പ്ലെയർ തന്നെയാണ് ട്രെൻറ്റ് ബോൾട്ട്. നമുക്കറിയാം 2021 IPL സീസണിലായിരുന്നു ബോൾട്ട് രാജസ്ഥാൻ റോയൽസിലേക്ക് 8 കോടി രൂപ മുടക്കി ലേലത്തിലൂടെ ബോൾട്ടിനെ രാജസ്ഥാൻ സ്വന്തമാക്കിയത്.
അതിനുശേഷം രാജസ്ഥാൻ ഏറെക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം നമുക്കറിയാം 2008 പ്രഥമ ജേതാക്കളായതിനു ശേഷം രാജസ്ഥാൻ കളിച്ച 2021 ഗുജറാത്ത് ടൈറ്റൻസിനോട് തോൽവി വഴങ്ങിയ ആ ഒരു 2022 IPL സീസണിൽ ഗുജറാത്ത് ടൈറ്റൻസിനോട് തോൽവി വഴങ്ങിയ ഒരു കലാശ പോരാട്ടത്തിലടക്കം ആ ഒരു സീസണിൽ വളരെ മികച്ച പ്രകടനമായിരുന്നു ട്രെന്റ് ബോൾട്ട് എന്ന ന്യൂസിലാൻഡ് കിവി ഫാസ്റ്റ് ബോളർ RRന്റെ നിലയിൽ കാഴ്ചവെച്ചത്. കഴിഞ്ഞ സീസണിൽ 10 മത്സരങ്ങൾ കളിച്ച താരം 13 വിക്കറ്റുകളാണ് നേടിയത്. 8.2 എക്കോണമി. 88 മത്സരങ്ങളുടെ പരിചയസമ്പത്തുള്ള താരമാണ് IPL ഇതുവരെ 105 വിക്കറ്റുകളാണ് താരം നേടിയിട്ടുള്ളത്. കഴിഞ്ഞ സീസണിൽ ആദ്യ 10 മത്സരങ്ങൾ രാജസ്ഥാൻ്റെ നിലയിൽ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ചെറിയൊരു പരിക്ക് മൂലം താരത്തിന് ബാക്കിയുള്ള മത്സരങ്ങൾ കളിക്കാൻ സാധിച്ചിരുന്നില്ല. സോ അതിനാൽ തന്നെ 10 മത്സരങ്ങളിൽ നിന്ന് 13 വിക്കറ്റുകളാണ് കഴിഞ്ഞ സീസണിൽ രാജസ്ഥാൻ റോയൽസിൻ്റെ ജേഴ്സിയിൽ ട്രെന്റ് ബോൾട്ട് എന്ന ന്യൂസിലാൻഡ് ഫാസ്റ്റ് ബോളർ നേടിയത്. പവർ റാങ്കിങ്ങിൽ 5ാം സ്ഥാനത്താണ് ട്രെന്റ് ബോൾട്ട്. 6ാം സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ മുംബൈ ഇന്ത്യൻസിൻ്റെ ജെറാൾഡ് കോച്ച് എന്ന യുവതാരം IPL ഇതുവരെയും അരങ്ങേറിയിട്ടില്ലാത്ത താരത്തിൻ്റെ ആദ്യ വരവാണ് IPLിലേക്ക്. ഇത്തവണ ലേലത്തിലേക്ക് IPL താരത്തിലേക്ക് ആദ്യമായി എത്തിയ താരത്തെ 4 കോടിയോളം രൂപ മുടക്കി മുംബൈ ഇന്ത്യൻസാണ് കൂടാരത്തിലേക്ക് എത്തിച്ചത്. ഏറെ പ്രതീക്ഷകൾ അർപ്പിച്ച ഒരു താരം തന്നെ ജെറാൾഡ് കോച്ച്. സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി വേൾഡ് കപ്പിലടക്കം 21 വിക്കറ്റുകളാണ് താരം നേടിയത്. റീസെൻ്റായി ഇന്ത്യക്കെതിരായി നടന്ന ഏകദിന T20 പരമ്പരയിൽ മികച്ച പ്രകടനമായിരുന്നു ഈ ഒരു യുവതാരം കാഴ്ചവെച്ചത്. സോ അതിനാൽ തന്നെ 6ാം റാങ്കിലാണ് മുംബൈ ഇന്ത്യൻസിൻ്റെ ജെറാൾഡ് കോച്ച് എന്ന സൗത്ത് ആഫ്രിക്കൻ യുവ ഫാസ്റ്റ് ബോളർ. 7ാം സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ പഞ്ചാബ് കിങ്സിൻ്റെ എക്സ്പീരിയൻസ്ഡ് താരം ഫ്രം സൗത്ത് ആഫ്രിക്ക കഗീസോ റബാഡയാണ്. നമുക്കറിയാം ശരിക്കും വളരെ ഒരു ഞെട്ടിപ്പിക്കുന്ന തരം താഴ്ത്തൽ അല്ലെങ്കിൽ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സ്ഥാന കുറച്ചിൽ തന്നെയാണ് റബാഡയെ സംബന്ധിച്ചിടത്തോളം. നമുക്കറിയാം IPL അടക്കം അല്ലെങ്കിൽ ക്രിക്കറ്റിലടക്കം വളരെ മികച്ച വളരെ വർഷത്തെ പരിചയസമ്പത്തുള്ള കഗീസോ റബാഡ കഴിഞ്ഞ സീസണിൽ പഞ്ചാബ് കിങ്സിലായിരുന്നു. 6 മത്സരങ്ങളാണ് കളിച്ചത്. വെറും 7 വിക്കറ്റുകൾ മാത്രമാണ് നേടാൻ സാധിച്ചത്. 10.9 താരത്തിൻ്റെ ഒരു എക്കോണമി റേറ്റ് എന്ന് പറയുന്നത്. സോ അതിനാൽ തന്നെ കഴിഞ്ഞ സീസണിലെ ഒരു മോശം പ്രകടനം ഇത്തവണ ആവർത്തിക്കാതിരിക്കട്ടെ. അദ്ദേഹം കൂടുതൽ മികച്ച പ്രകടനത്തോടു കൂടി ലോകത്തിൽ തന്നെ മികച്ച 2020 ബോളറായിട്ടുള്ള കഗീസോ റബാഡ ഒരു മികച്ച തിരിച്ചുവരവ് കാണാൻ സാധിക്കട്ടെ പഞ്ചാബ് കിങ്സിൻ്റെ നിരയിൽ. പവർ റാങ്കിങ്ങിൽ 7ാം സ്ഥാനത്താണ് പഞ്ചാബിൻ്റെ റബാഡ. 8ാം സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ യുവതാരം ജോഷുവ ലിറ്റിലാണ്. അയർലാൻഡ് താരമായിട്ടുള്ള ജോഷുവ ലിറ്റിലാണ്. നമുക്കറിയാം ഗുജറാത്തിന് വേണ്ടി 2022 പ്രഥമ സീസൺ ഗുജറാത്ത് ടൈറ്റൻസ് കിരീടം നേടിയ സീസണിൽ വളരെ മികച്ച പ്രകടനമായിരുന്നു താരം കാഴ്ചവെച്ചത്. പിന്നീട് കഴിഞ്ഞ സീസണിലും ഗുജറാത്ത് ടൈറ്റൻസ് റണ്ണേഴ്സ് അപ്പായ സീസണിലും പിന്നെ പ്രകടനമായിരുന്നു ജോഷുവ ലിറ്റിൽ കാഴ്ചവെച്ചത്. 10 മത്സരങ്ങളിൽ നിന്ന് 7 വിക്കറ്റുകളാണ് 8.65 എക്കോണമിയിൽ താരം നേടിയെടുത്തിട്ടുള്ളത്. നമുക്കറിയാം അയർലാൻഡിൻ്റെ തന്നെ ഒരു യുവ ഭാവി വാഗ്ദാനമായിട്ടുള്ള ജോഷുവ ലിറ്റിൽ ഇത്തവണയും ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ നിലയിലേക്ക് അദ്ദേഹത്തിൻ്റെ 3ാം സീസണാണ്. സോ ഗുജറാത്തിൻ്റെ 2ാം കിരീടം ലക്ഷ്യമിട്ടിരിക്കുന്ന ഗുജറാത്ത് ടൈറ്റൻസിനെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് ഷമി എന്ന ഇന്ത്യൻ എക്സ്പീരിയൻസ്ഡ് ഫാസ്റ്റ് ബോളറൊക്കൊപ്പം 11ൽ ഏറ്റവും കൂടുതൽ ചാൻസ് കിട്ടാൻ ചാൻസുള്ള താരമാണ്. അല്ലെങ്കിൽ 11ലേക്ക് ഏറ്റവും കൂടുതൽ ഗുജറാത്ത് മാനേജ്മെൻറ്റ് നിയമിക്കുന്നതും ജോഷുവ ലിറ്റിലിനെ തന്നെയായിരിക്കും. 9ാം സ്ഥാനം ലോക്കി ഫെർഗൂസനാണ്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ തവണ ലേലത്തിലൂടെ സ്വന്തമാക്കിയ ലോക്കി ഫെർഗൂസൺ. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ അത്ര IPL സ്റ്റാറ്റുകളൊന്നും അത്ര വളരെ മികച്ചതല്ല. 2022 ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ താരമായിരുന്നു ലോക്കി ഫെർഗൂസൺ. അന്ന് വളരെ മികച്ച പ്രകടനമായിരുന്നു താരം കാഴ്ചവെച്ചത്. എന്നാൽ 2023 തൊട്ടടുത്ത സീസണിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ നിലയിലേക്ക് പോയെങ്കിലും താരത്തിന് കാര്യമായ അവസരങ്ങളോ കാര്യമായ മികച്ച പ്രകടനമോ കാഴ്ചവെക്കാൻ സാധിച്ചില്ല. സോ അങ്ങനെ ഒരു താരത്തെയാണ് ഇത്തവണ ലോക്കി ഫെർഗൂസൺ എന്ന താരത്താണ് ഏതാണ്ട് 9 കോടിയോളം രൂപ മുടക്കി റോയൽ ചലഞ്ചേഴ്സ് കൂടാരത്തിലേക്ക് എത്തിച്ചത്. കാത്തിരിക്കാം അദ്ദേഹത്തിൻ്റെ ഒരു മിന്നും പ്രകടനത്തിന് വേണ്ടി. പവർ റാങ്കിങ്ങിൽ 9ാം സ്ഥാനത്താണ് RCBയുടെ ലോക്കി ഫെർഗൂസൺ. 10ാം സ്ഥാനത്തേക്കും അവസാന സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ആൻഡ്രിച്ച് നോർക്കി എന്ന മറ്റൊരു സൗത്ത് ആഫ്രിക്കൻ താരമാണ്. കണ്ടിന്യൂസായി 140 കിലോമീറ്റർ വേഗത്തിൽ പന്തെറിയാൻ ചാൻസുള്ള അല്ലെങ്കിൽ എബിലിറ്റിയുള്ള ആൻഡ്രിച്ച് നോർക്കി കഴിഞ്ഞ IPL സീസണിൽ 10 മത്സരങ്ങളിൽ നിന്ന് 10 വിക്കറ്റുകളാണ് താരം നേടിയത്. 9.1 ആ ഒരു എക്കോണമി റേറ്റ് എന്ന് പറയുന്നത്. സോ പവർ റാങ്കിങ്ങിൽ അവസാന സ്ഥാനത്താണ് ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ആൻഡ്രിച്ച് നോർക്കി. ഇതാണ് IPL 2024 മെയിനായിട്ടും ടീമുകളുടെ ഫോക്കസ്ഡ് പേസ് ബോളേഴ്സ് ഫോറിൻ പേസ് ബോളേഴ്സിൻ്റെ പവർ റാങ്കിങ് വീഡിയോ എന്ന് പറയുന്നത്. 1ാം സ്ഥാനത്ത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ മിച്ചൽ സ്റ്റാർക്ക്. 2ാം സ്ഥാനത്ത് പാറ്റ് കമിൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റേത്. 3ാം സ്ഥാനത്ത് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ യുവതാരം മതീഷ പത്രണ്ട. 4ാം സ്ഥാനത്ത് ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ മാർക്ക് വുഡ്. 5ാം സ്ഥാനത്ത് രാജസ്ഥാൻ റോയൽസിൻ്റെ ട്രെന്റ് ബോൾട്ട്. 6ാം സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ മുംബൈ ഇന്ത്യൻസിൻ്റെ യുവതാരം ഇത്തവണ IPLിലേക്ക് ആദ്യമേ എത്തുന്ന ജെറാൾഡ് കോച്ച്. 7ാം സ്ഥാനത്ത് പഞ്ചാബ് കിങ്സിൻ്റെ കഗീസോ റബാഡ. 8ാം സ്ഥാനത്ത് ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ അയർലൻഡ് യുവതാരം ജോഷുവ ലിറ്റിൽ. 9ാം സ്ഥാനത്ത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ ലോക്കി ഫെർഗൂസൺ. 10ാമത് അവസാന സ്ഥാനത്ത് ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ആൻഡ്രിച്ച് നോർക്കി.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്ക് മിക്സ് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റഡ് പവർ റാങ്കിംഗ് വീഡിയോകൾക്ക് വേണ്ടി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.